ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ റയോ വല്ലക്കാനോയോട് FC ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു ബാഴ്സ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലിക്ക് താരങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. താരങ്ങൾ സെൽഫിഷ് ആവരുത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടീമിന് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ഫ്ലിക്ക് പറഞ്ഞിരുന്നത്. ഈഗോ സക്സസിനെ കൊല്ലുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ FC ബാഴ്സലോണ ആരാധകർക്കിടയിലും മാധ്യമ പ്രവർത്തകർക്കിടയിലും നടക്കുകയാണ്. അതായത് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ പ്രമുഖ റിപ്പോർട്ടറായ ബെറ്റോയോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിന് ശേഷം താരങ്ങൾ സെൽഫിഷ് ആവരുത് എന്ന ഒരു മുന്നറിയിപ്പ് ഫ്ലിക്ക് നൽകിയിരുന്നുവല്ലോ, അത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? അതിന് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ ജേർണലിസ്റ്റായ ബെറ്റോ നൽകിയ മറുപടി ഇപ്രകാരമാണ്: റാഫീഞ്ഞ, ഡാനി ഒൽമോ എന്നീ രണ്ട് താരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫ്ലിക്ക് ആ പ്രസ്താവന നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രണ്ടുപേരും മത്സരത്തിൽ മികവ് പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, അവരെ പിൻവലിക്കാനുള്ള ഫ്ലിക്കിന്റെ തീരുമാനം അവർ അംഗീകരിച്ചിരുന്നില്ല. അതിനോടുള്ള എതിർപ്പ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം അതോടുകൂടി അവസാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യ സീസൺ പോലെയല്ല, രണ്ടാമത്തെ സീസൺ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യം ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള കിരീടങ്ങളാണ് ഇത്തവണത്തെ ലക്ഷ്യം. അത് സാധ്യമാകണമെങ്കിൽ താരങ്ങൾ വ്യക്തിഗത മികവിനേക്കാൾ കൂടുതലായിട്ട് ടീമിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതാണ് ഫ്ലിക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ബെറ്റോ പറഞ്ഞിട്ടുള്ളത്. അതായത് റാഫീഞ്ഞ അതുപോലെ തന്നെ ഡാനി ഒൽമോ എന്നീ രണ്ട് താരങ്ങൾക്കും കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഫ്ലിക്കിന്റെ തീരുമാനങ്ങളോട് ഇവർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്ലിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നാണ് ഇപ്പോൾ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ നിരീക്ഷിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. ഫ്ലിക്ക് ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ടീമിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഫ്ലിക്ക് പരിഹരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.